പറഞ്ഞാൽ മിക്കവാറും ഇംഗ്ലീഷാണ് പോകും. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പറയാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഹ്യൂമറിസ്റ്റ് ഉണ്ട്. മാത്രമല്ല എനിക്ക് ഇങ്ങനെ ഏഷ്യാനെറ്റ് കുറേ കാലം ഈ നമ്മളിൽ നിന്നൊരു സംവാദം അവതരിപ്പിച്ച ആളാണ്. ഒരു 10,000 എപ്പിസോഡ് ഞാൻ ചെയ്തു. 807 എപ്പിസോഡ് അത് മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുത്തിച്ചേർത്ത് ചില തമാശകളൊക്കെ പറഞ്ഞ കാരണം എനിക്ക് നല്ലൊരു പേര് കിട്ടി. കേരള യൂണിവേഴ്സിറ്റി PhD-യേക്കാൾ വലിയൊരു പേരായിരുന്നു വൈപ്പൻ. അപ്പോൾ ഇങ്ങനൊരു പേര് വീണ് കഴിഞ്ഞാൽ അപകടം എന്താണെന്ന് ചോദിച്ചാൽ കേരളം പിടിച്ചല്ല, പെട്ടെന്ന് ബോധം കുറേ കാലം കിടക്കും. ഇപ്പോൾ ഈ വൈപ്പൻ്റെ വേദിയാണ് ഇയാൾ പറയുന്നത് കാര്യമുണ്ടെന്ന് തെളിയിക്കാൻ കുറേ പേടാപ്പാട് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ തമാശ പറയുന്നത് നല്ലതാണ്. അതേസമയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ബന്ധമാണ്. അത് നമ്മൾ ചെറിയ കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്വന്തമായ സ്ഥലത്ത് ഇതുപോലെ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും തമാശ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് ഇയാൾ പറഞ്ഞത് തമാശ തന്നെയായിരിക്കും. ഇതുപോലുള്ള തമാശ കുഞ്ഞനമ്മയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് മനസ്സിലേക്ക് ഗവേഷണം ചെയ്ത് ഉരുട്ടി പരട്ടി തിരിച്ചു കളയാം ഇയാൾ പറഞ്ഞത് തമാശയുടെ അംശമുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ഇരുട്ട് മുറിയിലാണെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി നിന്ന് ജഗദീഷ് ശ്രീകുമാർ ഒരു തമാശ സ്ക്രീനിൽ കേട്ടാൽ നമ്മൾ കുമ്പ കുടിക്കാൻ ചിരിക്കും. നമുക്കൊരു സിമ്പിളായ കാര്യം നമ്മൾ ഇത്തത്താണെങ്കിൽ എല്ലാം ചെയ്യും. വെളിച്ചത്താണെങ്കിൽ നമുക്ക് വലിയ പാട്ട് ചിരിക്കാനൊക്കെ നമ്മൾ താമസിക്കും. അതാണ് നമ്മൾ ഇട്ടുള്ളത്. അപ്പോൾ ആരാണ് മലയാളി? മലയാളിയിൽ എന്തൊക്കെ ഭാവങ്ങളുണ്ട്, ഭാവവ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഡോക്ടർ തരൂർ തന്നെ തുടങ്ങി വെക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാഗ്യ സമ്പത്തും ഒരുപക്ഷെ അദ്ദേഹം കണ്ട ലോകത്തിലെ ജനങ്ങളെയൊക്കെ മനസ്സിലിരിപ്പിക്കൊണ്ട് അതിനിടയിൽ പെട്ടുപോയ മലയാളികളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങട്ടെ. ഡോക്ടർ ശശികാന്ത് ഞാൻ ശരിക്കും ഞാൻ കുറച്ച് പെയിന്റ് കുട്ടി കൂട്ടണമെന്ന് വിചാരിച്ചു. കാര്യം എതിർക്കാൻ പോകുന്ന ഡോക്ടർ ശശി തരൂരായിട്ട് അപ്പൊ അങ്ങേക്ക് ഒരുപാട് മലയാളികളായി നമ്മുടെ നാട്ടിൽ ഒരുപാട് മലയാളികൾ. നമുക്ക് ചില അസുഖത്തിന് ചില രോഗലക്ഷണം കൊണ്ടെന്ന് പറയുന്നത് പോലെ ഒരു മലയാളിയെ കണ്ട ഡോക്ടർ ശശി തരൂർ എങ്ങനെ തിരിച്ചറിയും? വേഷത്തിൽ മാത്രമല്ല ജോലി. അപ്പോൾ മലയാളികൾ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച വളർത്തോട് അസിമിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് പോയിട്ട് സ്വന്തം സമുദായത്തിനകത്ത് പെരുമാറുന്ന വേറെ അയക്കാം. പക്ഷേ അതിന് ശരിക്കും എവിടെ പോയാലും അത് ഒരു പക്ഷേ 2,000 വർഷങ്ങൾക്ക് ശരിയായിരുന്നു. നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു വന്നത് ഒരു മുൻകുറിച്ച് വരാൻ സാധ്യത. ഈ പ്രായമൊക്കെ ആയതിനു ശേഷം ഈ എക്കരത്തിലെ കറക്കം തുടങ്ങിയ ശേഷം മുൻകുറിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഞാനും ഇങ്ങനെ ഒരു വേഷം ഇട്ടാൽ ഞാനൊരു മലയാളിയാണ്. എന്തുകൊണ്ടായിട്ടില്ല എന്തിനാണ് നമ്മളൊരു സ്റ്റേജ് ഞാൻ ആക്ച്വലി ഒപ്പമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിചാരിക്കും ടൈറ്റിലുണ്ട് ഞാനൊരു മലയാളികളുണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഒരു ഷോപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരും. പക്ഷേ ഞാൻ അനുഭവമായിട്ടില്ല, ഞാൻ മുന്നോട്ടില്ല. കാരണം നമുക്ക് മലയാളികളെ കുറിച്ച് എന്തിനാണ് സെല്യൂട്ട് ചെയ്യാൻ ആവശ്യം? മലയാളി എന്തിനും വിടാം, എന്തും കഴിക്കാം, എങ്ങനെയും സംസാരിക്കാം, അല്ലേ? പക്ഷെ നമ്മൾ മലയാളി നമ്മുടെ ഹൃദയത്തിനടുത്ത് നമ്മുടെ മനസ്സിനടുത്ത് നമ്മുടെ ആത്മാവിൻ്റെ അടുത്ത് പോകുന്നില്ലേ? ഞാൻ ഇടയ്ക്ക് ഇദ്ദേഹത്തിനോട് ഇതേപോലെ വേദി വെച്ച് എന്നോട് ചോദിച്ചു, ഞാനിവിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കണോ മലയാളത്തിൽ പ്രസംഗിക്കണമെന്ന്. ഞാൻ ഇംഗ്ലീഷിൽ കേൾക്കാൻ പോകും. അപ്പോൾ എന്നെ നോക്കി. അത് പ്രത്യേകിച്ച് കേരളത്തിലൊരു വേദിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമല്ലോ, നമുക്ക് പതി മനസ്സിലാവുന്നില്ല. പക്ഷേ അപ്പോൾ ഈ തകർത്ത് പ്രസംഗിച്ചു. അപ്പോൾ എന്നോട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ്
മലയാളത്തെ സ്നേഹിക്കുന്നവരാണ്. കാരണം ഈ ഇംഗ്ലീഷ് പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതേ കാര്യം മലയാളത്തിൽ ഇത്രയുള്ളായിരുന്നു. അത് അന്ന് വിദേശത്താണ്, അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളൊക്കെ ജീവിച്ചൊരാളാണ്. അവിടെയൊക്കെ ആകുമ്പോൾ മലയാളിക്ക് കുറച്ചുകൂടെ ആവേശം കൂടുതൽ ചെയ്യാൻ കഴിയും. ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഐക്യരാഷ്ട്ര സഭയിൽ പ്രവർത്തിക്കുമ്പോൾ പല രാജ്യങ്ങൾ ജീവിച്ചിട്ടുള്ള പല രാജ്യങ്ങൾ എവിടെ പോയാൽ പ്രത്യേകിച്ച് എൻ്റെ അനുഭവത്തിൽ ഓണ സമയം ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഓണ സമയത്ത് ഓരോ ഓണം ആഘോഷിക്കുന്ന മലയാളികൾ എനിക്ക് ഓർമ്മ ഒരിക്കൽ വിയന്ന ഓസ്ട്രേലിയ ഒരു യൂറോപ്യൻ ലോക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നുണ്ട്. അവിടുത്തെ മലയാളികളൊക്കെ ഞാൻ ഒരു പറഞ്ഞു, നാളെ നിങ്ങൾ ഓണാഘോഷമായിട്ട് വരും. സത്യം ആ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് എപ്പോൾ ആയിരുന്നില്ല യൂറോപ്പിൽ. അതുകൊണ്ട് എല്ലാ കൊണ്ടും ഒരു ഡിഷുണ്ട്. കോൺഫറൻസ് കൊടുത്തിട്ട് എല്ലാവർക്കും കൂടി ഓണസദ്യ കഴിക്കാം. എന്തൊരു അനുഭവമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ മലയാളികളുടെ രീതിക്കുമ്പോൾ അതോ വേറെ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനത്തോട് പറയാനുള്ളത്, ഇത് ഒരിക്കലും ഒരു മതത്തിൻ്റെ ആഘോഷമായിരുന്നു. എപ്പോൾ പോയാലും എല്ലാ മതത്തിലും മലയാളികളും ഒന്നുപോലെ എനിക്ക് ആഘോഷിക്കും, പങ്കെടുക്കും, സംസാരിക്കും, ആ പരസ്പരം ആ സ്നേഹിക്ക്. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതിനെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട്, പ്രഭാഷണം എഴുതിയിട്ടുണ്ട്, വിദേശത്തിൽ നോർത്ത് ഇന്ത്യയിലുമൊക്കെ. എനിക്ക് നാളെ പറയാം, നിങ്ങളൊക്കെ ഞങ്ങളെ പോലെ കൂടുതലാവണം, നിങ്ങളെ പോലെ ആക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ പരിചയപ്പെടണമെന്ന് കാരണം മാത്രമല്ല അന്ന് ഒരു രക്ഷയില്ലാത്ത മുങ്ങിയ ഗ്ലാമറായിരുന്നു. ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുള്ളത് സംശയമില്ല, രാഷ്ട്രീയത്തിലേക്ക് പഠിക്കുന്നത്. അപ്പോ ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യരിൽ മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മണിയിൽ കുരങ്ങിരിക്കുന്നത് കുരങ്ങിന് പ്രണയം ഡോക്ടർ തരുന്നോ കഴിച്ചാലോ നമ്മുടെ ഇങ്ങനെ പൊട്ടിപ്പോയി സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാകും കുരങ്ങുണ്ടാകും സുഖമായിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ പ്രവർത്തിക്കുന്നതിനോട് പഴം കൊടുക്കും. അപ്പോൾ ഞാനൊരു പഴം കൊടുക്കുകയാണ്, ഉടനെ കഴിച്ചു. രണ്ടാമത്തെ പഴം കൊടുക്കുന്നത് അതിന് മൂന്നാം പോലെ വേണ്ട. അതിൻ്റെ എൻ്റെ വഴിയിൽ ഇരുന്ന് തല എൻ്റെ ടെസ്റ്റ് സുഖമായിട്ട് വരണം. അതേപോലെ ഇതിൻ്റെ ജോലിക്ക് പോകണ്ടേ ഒരേ ഒരു ചാട്ടത്തോടെ പോയി. പക്ഷേ ഇത് അതിശയമുണ്ടായിരുന്നു. ഞാൻ ഈ ഒരേ 15 വർഷം താമസിച്ചില്ല. എല്ലാ രാത്രിയും ഞാൻ ജയിലുള്ളപ്പോൾ അവിടെ എന്നും പത്രം വായിക്കുന്നതാണ്. ഈ 15 വർഷം ഒരിക്കലും കണ്ടിട്ടില്ല. ഈ വഴിയിൽ ആദ്യത്തെ തവണ മാത്രമല്ല രാഷ്ട്രീയത്തിൽ കൂടുതൽ പാമ്പാണ് പറയുന്നത്. അതായത് അങ്ങ് വളരെ അങ്ങ് ബേസിക്കലി ഒരു എഴുത്തുകാരനായതുകൊണ്ട് അങ്ങനെ മനസ്സ് ഒരുപാട് റൊമാൻറ്റിക്കാണ്. സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങ് ഇരിക്കുന്ന സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് പുരുഷന്മാരെ പെൺകുട്ടിയാണ് പഠിച്ചത്. പക്ഷേ അപ്പുറത്തെ വനിതാ കോളേജിൽ നിന്നൊക്കെ ട്യൂബ് അടിച്ച് പെൺകുട്ടിയെ വരുമായിരുന്നോ ഡോക്ടർ കാര്യമായിട്ട് സംഘടിക്കുമായിരുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കോളേജിൽ പ്രസിദ്ധപ്പെട്ട നാടകത്തിന്റെ സൊസൈറ്റി രണ്ടുണ്ട്. സൊസൈറ്റി ഡൊമാറ്റിക് സൊസൈറ്റി രണ്ടിലും നിങ്ങൾക്ക് മഹിളകൾക്ക് ആണ് പെണ്ണുവേഷത്തിൽ അമേരിക്കയിലായ സ്വീകരിക്കും. അപ്പൊ ഞങ്ങൾ ഹൗസ് കോളേജാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ആന്റണി ക്ലിയോപാട്ര കളിക്കുമ്പോൾ പ്രസിദ്ധ ഡയറക്ടറായ നീല നായരായിരുന്നു ക്ലിയോപാട്ര. ആന്റണി ഓക്കെ. ഈ ആ ഒരു ക്ലിയോപാട്രയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ക്ലിയോപാട്ര രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായോ? പറയും. അല്ല മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശശി തരൂരുമായിട്ട് രാഷ്ട്രീയത്തിൽ മുമ്പായി സംസാരിക്കുന്നത് കുറച്ചുകൂടെ കൃത്യമായ റിപ്ലൈ കിട്ടിയത്. ഈ രാഷ്ട്രീയം അങ്ങേക്ക് പരിധി ഉണ്ടാക്കുന്നുണ്ട്. ആദ്യ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ വായ പൊളിച്ചാൽ വിവാദമായിരുന്നു.
താമസിക്കുകയും ഈ പ്രവർത്തനം തന്നെ ചെയ്യാം. അങ്ങനെ അതോടെ മാറി നമ്മൾ വീണ്ടും വളരെ നമ്മൾ എല്ലാ വിധത്തിലും വിവാദക്കാരനായിട്ട് തന്നെ കാണാനുള്ള കുഴപ്പം ചെയ്യും. എപ്പോഴും മമ്മ അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. കാരണം ആരംഭിച്ച പഠിച്ചു ഹ്യൂമറും തമാശയും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലത്തെ സെഷൻ ഒരു ഹ്യൂമർ സെഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങയുടെ സീരിയസ് ആയിട്ടുള്ള കൃതികളൊക്കെ വായിച്ച് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് പേരിപ്പോൾ ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങേക്ക് ഭരണക്കാരൻ പുറത്തു വരണം, കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയ കൂടി വിഷയമായിരുന്നു. ഞാൻ എഴുതി പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഹ്യൂമർ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. പണ്ട് കാലത്ത് മഹാത്മാഗാന്ധിയുടെ എല്ലാവരും അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കിങ് എംപററെ കാണാൻ പോയപ്പോൾ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഇതാണ് മിസ്റ്റർ ഗാന്ധി, യു തിങ്ക് യു ആർ വെയറിംഗ് ഇനഫ് ഫോർ ദിസ് ഒക്കേഷൻ, എന്താ കുപ്പായം അറിയുന്നത്? അപ്പം അദ്ദേഹം തിരിച്ച് പറഞ്ഞു, രാജാവ് രണ്ടുപേർക്ക് വേണ്ടി ഒരു കുപ്പായം കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് സംശയം. I think His Majesty would wear enough for the tour. മഹാത്മാഗാന്ധിയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ പലരും പിന്നെ നെഹ്റു അമേരിക്കൻ ആദ്യം പോയപ്പോൾ ഒരു കൾച്ചർ ഷോക്ക് തന്നെ എന്താണ് അമേരിക്ക അമേരിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം. ആരും ഒരിക്കലും അമേരിക്കയിൽ ആദ്യത്തെ പ്രാവശ്യം പോയത് നെറ്റിപ്പോകുന്നു. ഈ കാര്യമാണ് അങ്ങനെ മറ്റുള്ള പറയുമ്പോൾ രാഷ്ട്രീയമില്ല. മഹാത്മാ ഇൻ പോവർട്ടി. അദ്ദേഹം ഒരു പാവപ്പെട്ട തേർഡ് ക്ലാസ്സിൽ പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് ഫുൾ തേർഡ് ക്ലാസ് നമുക്ക് കൂടുതൽ ചെലവാണ് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിൽ റിട്ടേൺ ചെയ്യുന്ന സൗകര്യം. കാര്യങ്ങൾ പറയുന്നത് ഒരു കാര്യമില്ല. മാത്രമല്ല രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ വരണം. കാര്യം അങ്ങനെയാണ് പല അടികളൊക്കെ മാറിയിട്ടുണ്ട്. കാര്യം ആരും മുഖ്യമന്ത്രിയാകുന്നുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ വരുത്തിയില്ല. തമാശകളാണ് ഇപ്പൊ വലുതായിട്ട് കണ്ടാൽ പോലും അങ്ങനെ ടി വി ചാനൽ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചോ? ഞാൻ ആ ചോദ്യം വേറെ മുമ്പ് ഞാൻ മുഖ്യമന്ത്രി വിവാദത്തിൽ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മളുടെ കടമ എന്താണ്, കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചിന്ത. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പാർട്ടികളുടെ ഉത്തരവാദിത്വം ഇതാണ്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നത്, കേരളത്തിൽ യുവാക്കളെക്കുറിച്ച് ആലോചിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഈ നാടിൻ്റെ മക്കളെ ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിരിക്കാൻ നമ്മുടെ തൊഴിലിലേക്ക് കൊടുക്കാൻ, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൽ ആരും എനിക്കൊന്നും എന്താ പ്രശ്നം, അവസാനം കാര്യങ്ങൾ നടക്കുന്ന ഈ സംസ്ഥാനം ഉണ്ടാവട്ടെ. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം ഡോക്ടർ ശശി തരൂർ മുഖ്യമന്ത്രിയാകണം എന്ന് ഞാൻ 24 പറഞ്ഞാൽ അങ്ങനെ ഒരു ലെവലാക്കാറുള്ളതാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ാപ്പിൽപ്പെടുത്തുക. അപ്പൊ അങ്ങനെ അത് വിശ്വസിച്ച് പോയാൽ തീർന്നു. അങ്ങ് ചെറുപ്പകാലത്തെ ഈ സാഹിത്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴേ അങ്ങ് ഒരു ചെറിയ ഈശ്വര വിശ്വാസമുള്ള ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം വിശ്വാസം കുറഞ്ഞുള്ളതായി കാണുന്നു. അതെ, ഈ വിശ്വാസം ഈശ്വര വിശ്വാസം അന്ന് വിശ്വാസിയാണോ? ഒറ്റ ചോദ്യം, വിശ്വാസിയാണ്. ഇത് എന്റെ ഒരു സംശയം വന്നത് എന്തറിയാമോ, ഈ തിരുവനന്തപുരം ഭാഗം കോൺഫറൻസിന്റെ കഴിഞ്ഞ തവണയൊക്കെ മത്സരം കടുത്തത്, മത്സരം കടുത്തു ആരാരും വിശ്വസിച്ചു പോകും. അങ്ങനെ ഈശ്വര വിശ്വസിച്ചാണോ ഞാൻ സംശയിക്കുന്നു. ഈശ്വര വിശ്വാസം ഒരു പുതിയ കാര്യമല്ല. ഞാനെന്റെ പുസ്തകത്തിൽ കൂടി എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു വിശ്വാസത്തിൽ 28 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത ഇന്ത്യ അർദ്ധരാത്രി അത് തെരഞ്ഞെടുപ്പില്ലായിരുന്നു. പിന്നെ ഈ BJP ഭരണത്തിൽ വന്നിട്ട് ഹിന്ദു മതത്തിന്റെ അതില് സംസാരിക്കുന്ന അതിൽ പ്രചരണം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ 3 പേജിന്റെ വായിക്കുമ്പോൾ 400 പേജിന്റെ പുസ്തകം എഴുതി. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവാണ് പറയാം. അതിന്റെ അർത്ഥം എന്തായിരുന്നു? എനിക്ക് ചൂണ്ടിക്കാൻ ഞാൻ ഹിന്ദു മതത്തിൽ വളർന്ന ഒരു വ്യക്തിയായിട്ടും പ്രാർത്ഥിച്ച വ്യക്തിയായിട്ടും പഠിച്ച വ്യക്തിയായിട്ടും വിവേകാനന്ദ പറയുന്നത് ജ്ഞാനയോഗയിൽ ഭക്തിയോഗ, ഭക്തി മാത്രമല്ല വായിക്കാൻ പഠിക്കാൻ, രാജയോഗ അതൊക്കെ പഠിക്കാം, അവസാനത്തിൽ കർമ്മയോഗ സേവനം ചെയ്ത് നമുക്ക് അദ്ദേഹത്തെ. അപ്പം അങ്ങനെയുള്ള ഒരു ഹിന്ദുവായിട്ട് എനിക്ക് എന്ത് ഹിന്ദു മതത്തെ കുറിച്ച് പറയാൻ പോകുന്നത് എനിക്ക്. അപ്പോൾ
ആണല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ സംസാരിച്ചിട്ടേയില്ല എന്നൊരു ബാല്യകാല കഥ ഇങ്ങനെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ ജാതിമത ചിന്തകൾ ഡോക്ടർ തരൂരിനുള്ളിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് ജാതി മതത്തിനെ കുറിച്ചൊന്നും അറിയാതെ. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ബോംബെയിലായിരുന്നു കുട്ടിക്കാലം ആദ്യത്തെ 10 വർഷം. 2 വർഷം ലണ്ടനിൽ അവിടെ ജനിച്ചു കണ്ടിട്ട് പിന്നെ ബോംബെയിൽ മാറി 2 വർഷത്തിൽ 2 പ്രായത്തിൽ. അപ്പോൾ ആ സമയം മുതൽക്ക് എൻ്റെ വീട്ടിൽ കളിക്കാൻ വരുന്ന കുട്ടികളും എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും പിന്നെയാണ് മനസ്സിലാക്കുന്നത് എല്ലാ മതത്തിലും ആൾക്കാരും ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, സിഖ്സ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, ജൂ, പാർസി അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ സമയം എൻ്റെ അച്ഛനോ അമ്മയോ ഈ വീട്ടിൽ വന്ന കുട്ടിയെക്കുറിച്ച് അതൊരു മതമോ അതിന് ജാതിയെക്കുറിച്ച് ഒരു വാക്ക് മുന്നില്ല. എൻ്റെ അച്ഛൻ തന്നെ ഓർമ്മിക്കുന്നത് പാലക്കാട്, 2 പേര് ഓർമ്മിക്കുന്നത് പാലക്കാട്. അച്ഛൻ ചെറുപ്പത്തിലെ ഒരു ഭയങ്കര നാഷണൽ 12 വയസ്സിൽ ഒരു സമരമൊക്കെ നടത്തി ഗ്രാമത്തിൽ മാറ്റുന്നത് ചെറുപ്പം 12 വയസ്സൊക്കെ. അപ്പോൾ അദ്ദേഹം മിക്കവാറും കൊണ്ട് പാലക്കാട് കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ ജാതി പേര് ഉപേക്ഷിച്ചു. അതിൻ്റെ അർത്ഥം അദ്ദേഹം സ്കൂൾ ടെക്സ്റ്റിനേക്കാളും തരൂർ ചന്ദ്രശേഖരനായിരുന്നു. പക്ഷേ കോളേജിന് ശേഷം ഒരു തരൂർ ചന്ദ്രൻ, ജി ചന്ദ്രൻ അങ്ങനെയായിട്ടാണ് മാറുന്നത്. ഇത് പല മലയാളികളും ഇത് ചെയ്യുന്ന കാര്യമാണ്, വിഷയമല്ല. ഞാൻ പറയുന്നത് അദ്ദേഹം ഗാന്ധിജിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക അത് പറയാൻ ആവശ്യം. പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ ശേഷം അവിടെ മൂത്ത ജ്യേഷ്ഠൻ ചിലപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം ഭയങ്കര റാഷനിങ്. അപ്പോൾ ശരിക്കും ഒരു ബ്രെഡ് മേടിക്കാൻ ഒരു ന്യൂസ് പേപ്പർ 3 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് റാഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് അതിന് പ്രൊവിഷൻ കിട്ടാൻ ബ്രെഡ് കിട്ടുന്നത് 1948-49 കാലം. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് അച്ഛനും അച്ഛനും 2 ഇതായി ഒരു മണിക്കൂർ ശേഷം ഒരു ഫോം റിജക്റ്റ്. എന്താ കാര്യം? only one family perform. Brothers are very family. Brothers, Tharur Chandra, Tharur Ramakrishnan, Tharur Bhaskar. You have different fathers. different fathers. ഇംഗ്ലണ്ടിലെ ജീവിതത്തിൽ surname അത്യാവശ്യം, കുടുംബ പേര് അത്യാവശ്യം. അപ്പോൾ അവർ നോട്ടറി പറഞ്ഞിട്ട് അതിൻ്റെ പേര് റിവേഴ്സ് ചെയ്തു. അങ്ങനെയാണ് തരൂര് ഒരു വീട്ടുപേരായിരുന്നു. തരൂര് സഡൻലി ഒരു കുടുംബ ശ്രേണിയാണ് പറയാം. അതിനീന്റെ കൺഫ്യൂഷൻ തന്നെ. അമ്മയെ വന്ന് ഗ്രാമത്തിൽ ഒന്ന് കരയേറ്റ് കൊണ്ടുപോയി പാസ്പോർട്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു ബിസിനസ് തരൂരാണ്. അത് മലയാളികൾക്ക് ആ കാലത്ത് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ശശി തരൂരാണ്. അങ്ങനെയാണ് തരൂർ ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. തരൂർ നഗരത്തിലോ ടൗണിലോ പോയിട്ടേ ഇല്ല. ഒരു ബന്ധമില്ല. അച്ഛൻ്റെ കുടുംബം വീടും ചിത്രഞ്ചേരി തരൂർ. ഡോക്ടറേറ്റ് പദവിക്ക് കുട്ടിക്കാലത്ത് കിട്ടുമല്ലോ. കാരണം കേരളത്തിൽ വളരെ കുറച്ച് ഡോക്ടർമാരേ ഉള്ളൂ. ഡോക്ടർമാരെ ഉദ്ദേശിച്ച് PhD ഡോക്ടർമാർ. അപ്പോൾ ഈ കുപ്പി മരുന്നൊക്കെ ആയിട്ട് തരൂരിലെ വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടോ? ചികിത്സിക്കാൻ പറ്റുമോ? അന്ന് ചെറിയ കുറച്ച് പേരല്ലേ ഉള്ളൂ. ആരും ഉപയോഗമില്ലാത്ത ഒരു ഡോക്ടറാണ്. പക്ഷേ ഞാനൊരു ചികിത്സ ചെയ്യാൻ വലിയ റെക്കമെൻഡേഷൻ ചെയ്യാത്ത ആളാണ്. ഡോക്ടർ ആക്ച്വലി എൻ്റെ ഡോക്ടറെ കണ്ടു. ഞാൻ വേറെ വിദേശത്ത് തരാനുണ്ടെങ്കിലോ അറിവിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് വരാനൊരു സാധ്യത ഞാൻ ആരായി ഞെട്ടരുത്. അതായത് ഞാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അവിടെ അവിടുത്തെ ആൾക്കാരെ ഉത്സാഹം ചെയ്യുക സംഘടിപ്പിച്ച് ചെയ്തിട്ട് അവിടെ ഒരു മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഒരു ടെലിവിഷൻ ഒരു വലിയൊരു ഫിലിം അവാർഡ് ഒരു ഷോ സംഘടിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് അവിടെ സൗദി പ്രസിഡന്റ് പത്രത്തിൻ്റെ പത്രാധിപരായ ഖാലിദ് മൈന എന്ന പത്രാധിപരുടെ എനിക്കറിയാം കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ലെക്ചർ ഞാൻ പറഞ്ഞ ഇതിനെ കാശ് കൊടുത്താലും കാണാൻ വരുന്നു. ടിവിക്ക് വെച്ചിട്ട് ഷോയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ആളുകൾ വരും. ഞാൻ മലയാളീസ് നോ our guys, our people will come and listen to you. അപ്പോൾ എൻ്റെ അറിവിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങിച്ച പ്രഭാഷകനായിട്ട് ഡോക്ടർ തരൂർ റേറ്റ് ചെയ്യപ്പെടും $50,000. അത് ഒരു 20 വർഷം മുമ്പ് ആ കാശ് ഇപ്പോൾ കടന്നു കഴിഞ്ഞില്ല. അതൊക്കെ വിട്ടു. ആ കാലത്ത് അങ്ങനെയായിരുന്നു തർക്കിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും അതൊരു ഇതൊരു സുഹൃത്തിനോട് $50,000 US$ പറഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഒരു പ്രസംഗത്തിന് കാശ് വാങ്ങിക്കത്തില്ല തീരുമാനിച്ചു.
അറിയാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് പോയതിനു ശേഷം വീതിയിൽ ഇങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ ഇത്രയും ആശയഗാംഭീര്യത്തോടെ അവതരിപ്പിക്കുന്ന മറ്റ് പ്രസംഗം കുറവാണ്. കേരളത്തിൽ ഒരു പൈസ പോലും മാത്രമേ ലോകം നടത്തുന്ന ആരും കാണിച്ചിട്ടില്ല. അപ്പോ ഈ അല്ലെ എപ്പോഴെങ്കിലും ഈ പണമൊക്കെ എന്ത് ചെയ്യുക? ഈ വിദേശത്ത് വാങ്ങിച്ച പൈസയ്ക്ക് അല്ല, അങ്ങനെയാണ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച മനുഷ്യൻ അല്ല എഴുപ്പിക്കുന്ന പൈസ പ്രസംഗത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ഇപ്പൊ കൊടുക്കട്ടെ, ഇനി ആർക്കും കൊടുക്കണ്ടായിരുന്നു. പ്രസംഗത്തിൽ നിന്നുള്ള വരുമാനം ചോദിച്ചിട്ടില്ല കാര്യം. ഞാൻ മിനിമം ഒരു കോൺട്രിബ്യൂഷൻ ആശ്രമത്തിന്റെ അച്ഛൻ്റെ പേര് ചെറിയൊരു ഫൗണ്ടേഷൻ നടത്തുന്നു. ഈ ഫൗണ്ടേഷനായിട്ട് വെറും ചാരിറ്റി ഫൗണ്ടേഷൻ കോസ്റ്റ് വരുന്നത് എന്തൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന MP സ്റ്റാഫ് കൂടിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ എവിടെയായാലും അഭിമാനങ്ങൾ പറയുന്നത് ഒരാൾക്ക് പൈസ പിരിച്ചിട്ടില്ല. ചിലവരെ എനിക്ക് ഫീ തരാൻ നേരാണെന്ന് ഈ ഫൗണ്ടേഷൻ കൊടുക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഞങ്ങൾ പൈസ കേരളത്തിൽ കൂടി ചില അവാർഡ് തരുമ്പോൾ അതിനിപ്പോ 20,000 50,000 ഒരു ലക്ഷത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ടാവും. ഞാൻ ക്യാഷ് പ്രൈസ് വല്ല ഫൗണ്ടേഷൻ. അപ്പൊ ഇത് രഹസ്യമായിട്ടൊന്നും കാണണം. കാര്യം എന്താ, അങ്ങേക്ക് പൈസ തന്നാൽ സാധ്യതയുണ്ട് എന്ന് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ മേടിക്കാൻ സാധിക്കില്ല. അല്ല, വേറെ കാര്യം ഈ കുറെ രാഷ്ട്രീയമായി അപ്പോ ചിലപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് മത്സരിക്കുന്നത് അത് അംഗീകരിച്ച പോയെന്ന് സിനിമയിൽ പറഞ്ഞില്ലേ, മത്സരിക്കണമെന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണോ കേരളത്തിന് പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഡോക്ടർ തരൂരിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ്? ഇങ്ങനെ കുറെ കാലം പോകട്ടെന്നാണോ? നവാഗത പ്രതിമ വരുമ്പോൾ നാളെ റെഡി തുടങ്ങി പറഞ്ഞോളൂ. ചില ആവശ്യങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും തുറന്ന് മനസ്സ് വെക്കണമെന്ന് വിശ്വാസം കൂടി ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടായത് എന്താണ് ജെയിംസ് ബോണ്ടിന് കഴിയുന്ന നെവർ സേ നെവർ, ഒരിക്കലും ചെയ്യാനൊന്നും പറയാൻ പാടില്ല. പക്ഷേ ഞാൻ എൻ്റെ ആത്മാർത്ഥമായുള്ള സേവനം ഞാൻ ചെയ്തിട്ടുണ്ട് ലോക്സഭാ പ്രതിനിധിയാണ്. എനിക്ക് ഈ 4 തിരക്കും എല്ലാം ചെയ്യാൻ സാധിച്ചത് കുറേ അഭിമാനമുണ്ട്. റിപ്പോർട്ടൊക്കെ ഇറക്കി കഴിയുന്നത് 5-ാം തവണ ചെയ്താൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു തോന്നൽ നാളെ എപ്പോഴും പുതിയ വിഷയങ്ങൾ വരും. അപ്പം അത് കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അത് ഞാൻ സ്പഷ്ടമായിട്ട് പറയുകയിരിക്കുന്നത് 5-ാം തവണ മത്സരിക്കാൻ എനിക്ക് വലിയൊരു ഒരു ആഗ്രഹമില്ല ലോക്സഭയിൽ. പക്ഷേ അതിന് അർത്ഥമല്ല ഞാൻ രാഷ്ട്രീയ വേറെ ഒന്നും വേറെ വല്ല മാർഗത്തിൽ വേറെ വല്ല മാർഗത്തിൽ സേവനം ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെട്ടത് വേറെ ആവശ്യപ്പെട്ടത് ഞാൻ അതിനെ രൂപമാക്കുന്നില്ല. നെവർ മാത്രമേ. പക്ഷെ ലോക്സഭ 2-ാം തവണ ആവശ്യം ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കണമെന്ന് ചെയ്യാൻ പോരാ. പലരും നമ്മുടെ സംസ്ഥാനത്തിൽ 30 വയസ്സൊക്കെ നല്ല സ്ഥാനങ്ങൾ വന്നവർ കഴിവതായിട്ടും ആ സ്ഥാനം വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതുപോലെയാണ്. ഞാൻ 4 തെരഞ്ഞെടുപ്പിന് ശേഷം വേറെ അവസരം കൊടുത്തതെന്ന് പാർട്ടികൾ പറഞ്ഞു. എനിക്ക് ഡോക്ടർ തരൂരിനോട് വലിയ ബഹുമാനം തോന്നുന്ന കാര്യം, ഇങ്ങനെ വെള്ളക്കാരെ പ്രവേശിച്ചിട്ടുണ്ട്. അത് വെള്ളക്കാരെ ചീത്ത വിളിച്ചത് മാത്രമല്ല, വണ്ടി പിടിച്ച് ലേപ്പിട്ടണിൽ പോയി അപകടം ചീത്ത വിളിക്കും. ഈ സാഹിബിനെ ചീത്ത വിളിക്കാൻ ഇന്ത്യയിൽ നിന്ന് വേണ്ടി പിടിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും ആനുകൂല്യം എടുത്തില്ല. അദ്ദേഹം വിമാനം പിടിച്ച് അവിടെ ലണ്ടനിൽ പോയിട്ട് തന്നെ ചെയ്ത് വിളിച്ചു. അതായത് വെള്ളക്കാരെ ഇത് കംപ്ലീറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ വെള്ളക്കാരെ ഇരിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞ ആളാണ് ഡോക്ടർ തരൂർ. അപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്നുള്ളതിൽ അങ്ങ് ഒരുപക്ഷെ അങ്ങയുടെ ഈ നഗ്നം അത് മാത്രമല്ല, അത്യാവശ്യം വെള്ളക്കാരന് നല്ല ഇംഗ്ലീഷ് പറഞ്ഞത് നന്നായി മനസ്സിലാവുകയും ചെയ്യും. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം 2 കൂടെ നടക്കുമ്പോൾ തടി ഈറ്റാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡായിട്ട് പുസ്തകം എഴുതി ഒരേ സബ്ജക്റ്റ്. ആ പുസ്തകത്തിന്റെ പ്രചരണം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ നല്ല അനുഭവം ഉണ്ടായിരുന്നു. ഓഡിയൻസ് എന്ന വളരെക്കാരി കാര്യം ഞങ്ങൾ എങ്ങനെയും ഇന്ത്യക്കാരോട് സോറി പറയാം. ഒരു പ്രസിദ്ധപ്പെട്ട ഒരു ലോഡ് കൺസർവേറ്റീവ് പാർട്ടിയുടെ 18 കൂടിയായിരുന്നു ഹൗസ് ഓഫ് ലോർഡ്സ് ബ്രിട്ടൻ. അദ്ദേഹം നാട്ടിൽ പേജ് എഴുതി. അപ്പോൾ അതേപോലെ ശശിധരന്റെ പുസ്തകം അതിശയമാണ് ഇന്ത്യക്കാരെ എങ്ങനെയാണ് നമ്മളെ ഒരിക്കലും ക്ഷമിക്കുക. നമ്മൾ
അപ്പൊ അങ്ങ് വഴി നടന്നു പോയി കോഴിക്കോട് ഈ മിഠായി തെരുവിലൂടെ നടന്നു ഒരാൾ പിടിച്ചു ചോദിക്കുക നിങ്ങൾ ആരാണ് തരൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും. ഒരുപാട് മേഖലകളിൽ അങ്ങ് കൈവച്ച് വിജയം വരിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരനായിട്ടാണോ, പ്രഭാഷകനായിട്ടാണോ, ലോകസഭാംഗമാണോ, മന്ത്രിയാണോ, ആരാണ് ഡോക്ടർ തരൂ? നിങ്ങളിൽ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ആരാണ്? ഒരു സംശയമില്ല. ഒന്നാം കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ ഒരു മുൻമന്ത്രി ആകുകയുള്ളൂ. നാളെ മുന്നിൽ എത്തിയാണ്. പക്ഷെ ഒരിക്കലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ഒരു മുൻ എഴുത്തുകാരനാണ്. എനിക്ക് ചെറിയൊരു വിദ്യാഭ്യാസം പറയാൻ ഞാൻ എഴുത്തുകാരനാണ്. ഞാൻ മലയാളിയാണ്. പക്ഷെ ഞാൻ മലയാളി എഴുത്തുകാരനല്ല. ഞാൻ എഴുത്ത് ഇംഗ്ലീഷ്. പക്ഷെ അങ്ങനെ എപ്പോഴും പറയും, പിന്നെ നമ്മളല്ല ഒരു ഭാഷ ചൂസ് ചെയ്യുന്നത്. ഭാഷ നമ്മളെ ചൂസ് ചെയ്യാം. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ വളരെ ഭാഗമായ പഠിച്ച് അതൊക്കെയാണ് നമ്മുടെ ഭാഷയുടെ തീരുമാനം. ഞാൻ അഥവാ കേരളത്തിൽ തിരിച്ചു വന്നതിൽ ഒരു സംശയമില്ല. അപ്പോഴും എഴുതാനല്ല, പക്ഷേ മലയാളത്തിലായിരിക്കും എഴുതുന്നത്. ഞാൻ തിരിച്ചു വന്ന് വേറെ ഭാഗത്തായിരുന്നു. ഇന്ത്യ ഇംഗ്ലീഷാണ് എഴുതാത്തില്ല. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ പുസ്തകമൊക്കെ മലയാളത്തിൽ ഉണ്ട്. ഇംഗ്ലീഷ് നന്നായി വിട്ടു പോകുന്നുണ്ടല്ലേ? ഇംഗ്ലീഷ് നന്നായി നന്നായി ഇട്ടു പോകുന്നുണ്ട്. അത് ഒരു ഭാരതീയ എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ്. അതാണ്. അപ്പൊ അങ്ങനെ മിഠായി പറയാം. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ വിദേശ നാട്ടിൽ എത്തിയതാണ്. പാലക്കാട് തരൂർ ഗ്രാമത്തിൽ നിന്നിട്ട് അങ്ങ് ഓക്കെ പാലക്കാട് നിന്ന് ഞാൻ മാറ്റി പറയും. അപ്പൊ അങ്ങ് മുംബൈയിലാണ് ജനിച്ചത്. അന്യ സംസ്ഥാനത്താണ്. അതൊക്കെ ശരിയാണ്. അങ്ങ് ഈ ഒരു അങ്ങനെ മലയാളത്തുണ്ട്. മലയാളത്തിലുണ്ട്. അപ്പൊ ആ തോന്നിയൊക്കെ ചോദിച്ചത് ആ മലയാളത്തിലുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഈ കോതമുണ്ട് എന്നൊരു സ്ഥലമുണ്ട്. കോതമുണ്ട് എൻ്റെ വീട്ടിലുണ്ടാവും. അവിടെ ഉള്ള ഒരു അച്ഛൻ മണമസൻ പുള്ളിക്കാരൻ ഈ കാനഡയിൽ പോയിട്ട് ഇവിടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ ഇറങ്ങിയിട്ട് മന്ദാകിനി നിപ്പിട്ടത് കച്ചവടം ചെയ്യുന്ന നല്ല കച്ചവടം. അപ്പൊ ഈ മലയാളി വിദേശ നാടുകളിലേക്കൊക്കെ പോകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മന്ദാകിനി നല്ല പേരൊക്കെ ഇവിടെ കാരായെന്ന് പറഞ്ഞിട്ട് അവിടെ മന്ദാകിനി. അപ്പൊ ഈ മലയാളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവും ചില നാടുകളിൽ. അപ്പൊ അതന്നെ അങ്ങനെ ആലോചനപ്പെടുത്തിയിട്ടുണ്ടോ എപ്പോഴും? മലയാളികളുടെ സ്വഭാവം അവിടുത്തെ ആൾക്കാരെ പരീക്ഷ പോലെയാണ് ധാരണ. പക്ഷേ നമുക്ക് കേരളത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം രീതി. ഈ ഒരേ മലയാളി വേറെ രാജ്യത്ത് പോയി, വേറെ നാട്ടിൽ പോയി, വേറെ സംസ്ഥാനത്ത് പോയാൽ അവിടുത്തെ ആൾക്കാരെ പറ്റി പെരുമാറുന്നു. ഇതാണ് നമ്മുടെ മലയാളികളുടെ ഈ അസിമിലേഷനിലൊക്കെ വ്യക്തമാണ്. പക്ഷേ അത് അതിനൊരു നെഗറ്റീവ് സൈഡിലുണ്ട്. ദുബായിൽ പോയിട്ട് 6 ലൈൻ ഹൈവേയിൽ ഓടി നടന്ന മലയാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പാതയെ വീടി കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം രീതികളുണ്ട്. മലയാളം എപ്പോഴും ധൃതിയാണ്, ഒരിക്കലും സമയത്ത് എത്തില്ല. അത് വേറൊരു കാര്യം. ഈ കോഴിക്കോട് അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അല്ലേ? നന്നായി ഫുഡ്. അങ്ങനെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇത്രയും ആരോഗ്യം അതിന് ഞാൻ മലയാളി ആളുകൾ പോയാലും ഒരു വിശ്വാസമില്ല. ഞാൻ ഇങ്ങനെ വെജിറ്റേറിയൻ. അയ്യോ, കുട്ടിക്കാലം മുതൽ അമ്മ പറയുന്നത് പക്ഷേ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി 4-5 വയസ്സ് 4 കഴിക്കില്ല. അത് കഴിഞ്ഞു 3-4 വയസ്സ് വരെ കഴിച്ചു. പക്ഷെ അത് കണ്ടപ്പോൾ ഒരിക്കലും അംഗീകരിക്കുന്ന സ്ഥലത്തിൽ ഉടനെ ഞാൻ മൂത്ത മകനായ ഒരു പിടുത്തുണ്ടായിരുന്ന ഒരു കുട്ടിയെ വളർത്തുക. അപ്പോൾ അതൊരു ശരി നോക്കട്ടെ. 2 വർഷം കഴിഞ്ഞാൽ അവർ മാറിയില്ല. പിന്നെ അതിന് പറ്റിക്കാൻ ശ്രമിച്ചു. പിന്നെ ഹാൻഡ് സാൻഡ്വിച്ച് ടൊമാറ്റോ വന്നിട്ട് ഫിഷ് സ്റ്റിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടാലും പറയാൻ വിചാരിച്ചു. നോക്കാൻ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ശ്രമിക്കാൻ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ ഈ മലയാളി കുറെ കാലം സമീപ ആകാരം കഴിക്കണം, ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ കേരളത്തിൽ ഈ ഒരു സർവേ നടത്തിയപ്പോൾ മലയാളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കൊക്കക്കോള എന്തോ ആണ് ഒരു ഇത് നടത്തിയപ്പോൾ അറിഞ്ഞത് ഏറ്റവും ഇഷ്ടം കുഴിമന്തി ബിരിയാണിയാണ്. കുഴിമന്തി ഒന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന